എല്ലാവർക്കും നമസ്കാരം. SSC കോൺസ്റ്റബിൾ GD, CRPF, BS തുടങ്ങിയ സെൻട്രൽ ഗവൺമെന്റ് പോലീസ് ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ GDയുടെ കേരളത്തിന്റെ സെപ്പറേറ്റ് വേക്കൻസി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ആണ്. കേരളത്തിൽ വേക്കൻസി വന്നിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് BSF ആണ്. BSFൽ കേരളത്തിൽ 7 വേക്കൻസിയാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് CISF ആണ് 181 വേക്കൻസി. അടുത്ത CRPF ആണ് 81 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത SSB 24 വേക്കൻസി ഉണ്ട്. അടുത്ത ITBP ആണ്. ITBPയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 15 വേക്കൻസിയാണ്. ആസാർ റൈഫിൾസിലേക്ക് 20 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SSFിലേക്ക് സെപ്പറേറ്റ് വേക്കൻസി ഇല്ല, ഓൾ ഇന്ത്യ വേക്കൻസിയാണ് SSFിൽ. അങ്ങനെ ടോട്ടൽ കേരളത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 330 വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് കേരളത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്തത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസി നോക്കാം. കേരളത്തിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1 വേക്കൻസിയാണ് BSFിലേക്ക്, CISFിലേക്ക് 20 വേക്കൻസി, CRPFിലേക്ക് 2 വേക്കൻസി, SSBയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ITBPയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 വേക്കൻസിയാണ്. അങ്ങനെ ആസാർ റൈഫിൾസിലേക്ക് 2 വേക്കൻസി, SSFിലേക്ക് ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. അങ്ങനെ കേരളത്തിൽ ടോട്ടൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 28 വേക്കൻസിയാണ് കേരളത്തിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 23 വയസ്സ് അൺറിസർവ്ഡിനും 26 വയസ്സ് OBCയും 28 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ വീട് ചെയ്തിട്ടുണ്ട്. വീട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരം കൂടിയാണ്. താങ്ക്